ഹായ് സുഹൃത്തുക്കളെ, ജനുവരി 12-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ്. 2025-ൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. 6.6%. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി സഞ്ജയൻ കുമാർ. ചൈനീസ് ചാന്ദ്ര പുതുവർഷത്തോടനുബന്ധിച്ചുള്ള ആഘോഷം ചുൻയുൻ അതായത് സ്പ്രിംഗ് ഫെസ്റ്റിവൽ 2025-ൽ പ്രതിനിധാനം ചെയ്യുന്ന ജീവി ഏതാണ്? പാമ്പാണ്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ 2025-ലെ ഇന്ത്യ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ വ്യവസായ പ്രതിനിധി കൃഷ്ണ എല്ല. ഭാരത് ബയോടെക് ഇന്റർനാഷണലിന്റെ സഹസ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമാണ് അദ്ദേഹം. 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് തർമാൻ ഷൺമുഖരത്നം. അന്തർദേശീയ കള്ളപ്പണം തടയാൻ ആദ്യമായി സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച് ഇന്റർപോൾ. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ ആണ്, ഫ്രാൻസിലെ. പൈലറ്റ് പ്രൊജക്റ്റിൽ ഇന്ത്യ ഉൾപ്പെടെ 52 രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇറ്റലിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് സിൽവർ നോട്ടീസ്. വഞ്ചന, അഴിമതി, പാരിസ്ഥിതിക കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടെത്താനും തിരിച്ചറിയാനും പിടിച്ചെടുക്കാനും രാജ്യങ്ങളെ സഹായിക്കാനാണ് സിൽവർ നോട്ടീസ്. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് കാലിഫോർണിയയ്ക്ക് പിന്നാലെ ലോസ് ആഞ്ചലസിലും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈയിടെ അന്തരിച്ച മലയാളിയായ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എം ചന്ദ്രശേഖരൻ. ഇന്ത്യയിൽ എവിടെയാണ് ഗ്രീൻ ദേശീയ ഗെയിംസ് സംഘടിപ്പിച്ചത്? ഉത്തരാഖണ്ഡിലാണ്. 2025-ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി വേദി ഫ്രാൻസാണ്. രാജ്യത്തിൻ്റെ 75-ാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ GI ടാഗ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണ്? പോച്ചമ്പള്ളി ഇക്കട്ട്, എറ്റിക്കോപ്പാക്ക ടോയ്സ്, കലംകാരി, കാഞ്ചീപുരം സിൽക്ക്. തിങ്ക് ടാങ്ക് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. 2024-ലെ ഏറ്റവും ചൂടേറിയ ദിവസമായിട്ട് തെരഞ്ഞെടുത്ത് ജൂലൈ 10-ആണ്. തൻ്റെ ജന്മദേശമായ പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തുന്നത് ആരാണ്? സമാധാനത്തിനുള്ള നോബൽ ജേതാവ് മലാല യൂസഫ്സായി ആണ്. പാകിസ്ഥാനിൽ താലിബാന്റെ മുന്നേറ്റത്തെ തുടർന്ന് 2012-ലാണ് യൂസഫ്സായി രാജ്യത്തു നിന്ന് ഒഴിപ്പിക്കപ്പെട്ടത്. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടി 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദുഷി എൻ ലളിതാണ്.